ഹായ് ഹലോ. ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ദർ ഇസ് എ 900 years old castle ജസ്റ്റ് 50 minutes ഫ്രം ഡോൺകാസ്റ്റർ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു ജസ്റ്റ് 50 minutes ട്രാവൽ ചെയ്യാനുള്ളൊരു അത്രയും ദൂരത്തിലൊരു ക്യാസിലുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ആ വഴിയൊക്കെ ഒന്ന് ഡ്രൈവ് പോകുമ്പോൾ വി സോ ദ കാസിൽ ആൻഡ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ടുഡേ വി ആർ ഗോയിങ് ദാറ്റ് കാസിൽ. സോ സണ്ണി. ഇന്നത്തെ വെതർ കൊള്ളായിരുന്നു. ഭയങ്കര സണ്ണി ഡേ ആണെങ്കിലും തണുപ്പുണ്ട്, കാറ്റുണ്ട്. ബട്ട് സണ്ണുള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇത് ഗ്യാസിലിൻ്റെ ബാക്ക് സൈഡാണ്. കാർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡിലാണ് വരുന്നത്. നമ്മൾ ജസ്റ്റ് കാർ പാർക്ക് ചെയ്തു. ഇനി ഇത് കാസിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്ക് സൈഡിൽ നിന്ന് നോക്കിയാൽ കാസിലിൻ്റെ ഒരു ഹാഫ് വ്യൂ കാണാനുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് റൗണ്ട് അടിച്ചാലേ നമ്മൾ ഫ്രണ്ടിലെത്തുള്ളൂ. ഇതൊരു ബോർഡ് അവിടെ വെച്ചിട്ടാണ് വെൽക്കം ടു കോണീസ്പ്ര എന്ന് പറഞ്ഞിട്ട് കാസലിൻ്റെ പരിസരത്തുള്ള സ്ഥലങ്ങളും ആ കോണീസ്പ്ര സിറ്റിയിൽ എന്തൊക്കെ അവൈലബിൾ ആണ്. സോ ദ മെൻഷൻ ദ ഹോം ഓഫ് കാസൽ എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു ബോർഡ്. ഒരു 900 വർഷം പഴക്കമുള്ള കാസലാണിത്. അതുപോലെ തന്നെ ഒരു ഗെയിം ഓഫ് ത്രോൺ വൈബൊക്കെ തരുന്നൊരു കാസൽ. ആൻഡ് ദിസ് ഇസ് ദ എൻട്രൻസ് ഓഫ് ദ കാസൽ. അപ്പം നമ്മളത് എൻട്രൻസിലേക്ക് കടന്നു. ഡെയ്സി ഫ്ലവേഴ്സ് കുറേ ഉണ്ട് കേട്ടോ. സ്പ്രിങ് ആയി കഴിഞ്ഞാൽ എല്ലാ പുല്ലിലും ഈ കുന്നൻ ചെരുവിലൊക്കെ നമുക്ക് ഡെയ്സി കാണാം. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഈ കാസിൽ കാണാൻ നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. കാരണം ഫ്രീ ഓഫ് വിസിറ്റ് അല്ല, നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ മാത്രമേ കാസിൽ വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഹി ടേക്കിംഗ് സം പിക്ചേഴ്സ്. കഴിഞ്ഞോ? പ്രയോറിറ്റി പീപ്പിളിനുള്ള പാർക്കിംഗ് ആണ്. വി ആർ മൂവിങ് ടു ദ ടിക്കറ്റ് കൗണ്ടർ. ഇംഗ്ലീഷ് ഹെറിറ്റേജ് എന്ന് പറയുന്ന ട്രസ്റ്റാണ് ഇത് ഹാൻഡിൽ ചെയ്യണേ. ടിക്കറ്റ് കൗണ്ടറിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കും നമ്മളോട് ഫസ്റ്റ് ടൈം ആണോ വിസിറ്റ് ചെയ്യണമെങ്കിൽ. അവിടുത്തെ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കുന്ന ഒരാൾ, ഹി വാസ് സോ സ്വീറ്റ്. അവർ നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നായിരുന്നു. ഇന്ന കാര്യങ്ങളാണ് ഇവിടെ, ഏത് രാജാവാണ് ഭരിച്ചിരുന്നതെന്നൊക്കെ. ആൻഡ് ദേ ഹാവ് കണ്ടക്ട് എ സ്മോൾ എക്സിബിഷൻ ഓൺ ദാറ്റ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ നമുക്ക് ആ ഒരു ഹിസ്റ്ററിയും അതുപോലെ തന്നെ അത് എന്തൊക്കെ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ കാസിൽ ആരൊക്കെയായിരുന്നു, രാജാവും രാജ്ഞി ആരൊക്കെയായിരുന്നു, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് അവിടെ, ഫാമിലി ഹിസ്റ്ററി, അതുപോലെ തന്നെ ഈ കാസിലുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ അവിടെ അവർ ഡിസ്പ്ലേ ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ആ എക്സിബിഷൻ കണ്ടിട്ട് നമ്മൾ കാസിൽ കാണാൻ പോകുമ്പോൾ വി ഹാവ് സം ഇൻഫർമേഷൻ അബൌട്ട് ദ കാസിൽ. അപ്പോൾ അത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഒന്നും അറിയാതെ ഒരു സ്ഥലത്ത് കയറി ചെന്ന് ഇതെന്താ എന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പ്രീ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് ഗ്രേറ്റ് തിങ്. കാരണം നമുക്ക് അതിൻ്റെ ഒരു ബാക്ക് ഹിസ്റ്ററി അറിഞ്ഞിട്ട് നമ്മൾ ആ ഒരു സംഭവം കാണുമ്പോൾ വി നോ അബൌട്ട് ഓൾ ദ പ്ലേസസ് നോ. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കാസിൽ എന്തുകൊണ്ട് ഫേമസ്, അതുപോലെ തന്നെ കാസിൽ അത് ബിൽഡ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നിരുന്ന പ്രോഡക്ട്സുകൾ, ആ ഒരു മെറ്റീരിയൽസ് ഒക്കെ ഒരു ചെറിയ പാർട്സ് ആയിട്ട് ദേ ഡിസ്പ്ലേഡ് ഓൺ ദെയർ. ആൻഡ് പിന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി പരാമർശിക്കുന്ന കുറേ ഹിസ്റ്റോറിക് ബുക്സ്, അതിൻ്റെയൊക്കെ ഒറിജിനൽ കോപ്പീസ് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാസിൽ ഫേമസ് ആയത് സർ വാൾട്ടർ സ്കോട്ടിൻ്റെ ഐവൻഹോ എന്ന് പറയുന്ന നോവലിലൂടെയാണ്. അപ്പോൾ ആ നോവലിൻ്റെ ഒരു കോപ്പിയൊക്കെ അവരവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ദിസ് വൺ ഇസ് ദ നോവൽ. ആൻഡ് എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ച തിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി വാസ് വെരി ക്യൂരിയസ് അബൌട്ട് ഓൾ തിങ്സ്. ലൈക്ക് ഓരോന്ന് കാണുമ്പോഴും വാട്ട് ഈസ് ദിസ് ആൻഡ് ഹി വോണ്ട് ടു നോ അബൌട്ട് ദാറ്റ്. അതെനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റ് വന്നായിരുന്നു. കാരണം ഇങ്ങനത്തെ ഹിസ്റ്റോറിക് പ്ലേസിലൊക്കെ പോകുമ്പോൾ പൊതുവേ കുട്ടികൾ ബോറടിക്കുന്ന ടൈപ്പാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നമ്മളത് ആ എക്സിബിഷനൊക്കെ കണ്ടു. ഇനി കാസിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മളത് പോവാണ്. അപ്പോൾ എല്ലായിടത്തും ഓരോ ബോർഡ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ, കാസിൽ എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഈ കാസിൽ പൊതുവെ ഔട്ടർ ബേലി, ഇന്നർ ബേലി, ഇത് ബാർബിക്കൻ, അങ്ങനെ കുറേ പാർട്സുകളുണ്ട് ഇതിൻ്റെ. അതെല്ലാം അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ ഔട്ടർ ബേലി എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ ഇല്ല. ഇപ്പോൾ ജസ്റ്റ് അവിടെ ഒരു എന്താ പറയുക, കുറച്ച് പുല്ലൊക്കെ വളർന്ന സ്ഥലമായി. മേ ബി അത് ഡിസ്ട്രോയ്ഡായി പോയിട്ടുണ്ടാവാം. ബാക്കിയെല്ലാം അവരിപ്പോഴും പ്രിസർവ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കോണീസ്പ്ര കാസിൽ. ഇതിൻ്റെ ഫസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് കാസിൽ ഹാസ് വൺ ഓഫ് ദ റെയറസ്റ്റ് സർക്കുലർ കീപ്പ് ഇൻ ഓൾ ഓഫ് ഇംഗ്ലണ്ട്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു ബിഗ് സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇംഗ്ലണ്ടിൽ തന്നെ വളരെ റെയറായൊരു സർക്കുലർ കീപ്പാണിത്.
അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ പോയതാണെങ്കിലും മോസ്റ്റ് ഓഫ് ദ കാസിൽസ് ആണെങ്കിലും ഹാവ് സ്ക്വയർ ടവേഴ്സ്, ബട്ട് ദിസ് വൺ ഈസ് കംപ്ലീറ്റ്ലി റൗണ്ട്. ദാറ്റ്സ് എ ബിഗ് റീസൺ എനിമിക്ക് അറ്റാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ഇവിടെ വന്നപ്പോൾ തന്നെ ആ ഒരു ടിക്കറ്റ് കൗണ്ടറിലുള്ള ഒരാൾ നമുക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഇതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി, ഇത് റൗണ്ട് ഷേപ്പാണ്, റൗണ്ട് കീപ്പാണെന്നൊക്കെ. ദിസ് വൺ ഈസ് ദ കാസിൽ ഗേറ്റ് വേ, അതാ കോട്ടവാതിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ദിസ് വൺ ഈസ് ദ എൻട്രൻസ് ഓഫ് ദ കാസിൽ. അതൊരു ബാർബിക്കൻ പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിരുന്നു, ഒരു ഗേറ്റ് ഹൗസ്. ഒറിജിനലി ദ ഗേറ്റ് ഹൗസ് പ്രോബബ്ലി ഹാഡ് എ ലൈറ്റ് ഫോർട്ടിഫിക്കേഷൻ. അത് പിന്നീട് 14th സെഞ്ച്വറിയിലാണ് സ്ട്രെങ്തൻ ചെയ്തത് ആൻഡ് റീമോൾഡും ചെയ്യപ്പെട്ടത്. ഒരു മെഡീവൽ കാസിലാണിത്. 11ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി വുഡിലായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. 12ാം നൂറ്റാണ്ടിൽ ഹാംലിനാണ് ഈ കോട്ടയെ സ്റ്റോൺ സ്ട്രക്ചറായിട്ട് റീബിൽഡ് ചെയ്തത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ ദ കോണീസ്പ്ര സിറ്റി, നിയർ ബൈ റെസിഡൻസ് ഏരിയാസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. നല്ല ഉയരത്തിലാണ് ഈ ഒരു കാസിൽ ഇരിക്കുന്നത് തന്നെ. അത് നമ്മൾ കാസിലേക്ക് പോകുന്തോറും നമുക്കതിൻ്റെ ഹൈറ്റ് മനസ്സിലായിട്ട് വരും. ഓരോ സ്ഥലത്തും അവർ ഇതുപോലെ തന്നെ ബോർഡുകൾ വെച്ച് കോമിക് രൂപത്തിലും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചെറിയ ചെറിയ ഹിസ്റ്ററിയൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. Here they are mentioned, inner bailey is the heart of the castle. ഒരു കാസിലിൻ്റെ ഹൃദയഭാഗം എന്ന് തന്നെ അവർ പറയുന്നു. ബിക്കോസ് ആ ഒരു ഇന്നർ ബെയിലിലായിരുന്നു ഓൾ ദ ബിൽഡിങ്സ് ലൈക്ക് ചാപ്പൽസ്, ബേക്ക് ഹൗസ്, കിച്ചൺ, അതുപോലെ തന്നെ സ്റ്റാബിൾസ്, കുതിരകളെയൊക്കെ കെട്ടുന്ന സ്ഥലം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു ഇന്നർ ബെയിലിലായിരുന്നു കൺസ്ട്രക്ട് ചെയ്തിട്ട് ഉണ്ടായിരുന്നത്. ഈ ഒരു ഇന്നർ ബെയിലി പ്രൊട്ടക്ട് ചെയ്തിരുന്നത് കേർട്ടൻ വാൾസ് ആയിരുന്നു, അതായത് കരിങ്കൽ മതിൽ. കരിങ്കല്ല് കൊണ്ട് ഒരു മതിൽ തന്നെ അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ എല്ലാ ബിൽഡിങ്സും ആ കരിങ്കൽ മതിലിന് ചുറ്റപ്പെട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുറേയൊക്കെ ആ മതിലുകൾ ഇടിഞ്ഞും തകർന്നും കുറേയൊക്കെ പോയെങ്കിലും മോസ്റ്റ് ഓഫ് ദ ആ ഒരു കേർട്ടൻ വാൾസ് ഇപ്പോഴും റിമൈൻഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അറൗണ്ട് ഒരു 28 മീറ്റർ ഉയരത്തിലുള്ള ഒരു ടവറാണിത്. ഇംഗ്ലണ്ടിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായ ഒരു കോട്ട രൂപകൽപ്പനകളിൽ ഒന്നായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. കാരണം റൗണ്ട് ഷേപ്പിൽ അധികം കാസിലുകൾ ഇല്ല. ദിസ് വൺ ഈസ് ദ ഓൺലി വൺ. ഇതൊരു പ്രതിരോധത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചൊരു കാസിൽ എന്നതിലുപരി ഇതിനകത്ത് കുറേയധികം ഡൊമസ്റ്റിക് ലക്ഷറീസ് ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ചേമ്പേഴ്സ്, അതുപോലെ തന്നെ ഫയർ പ്ലേസ്, അതും ബിഗ് ആൻഡ് മാസീവ് ഫയർ പ്ലേസസ് ഒക്കെ ഈ ഒരു കാസിലിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. പണ്ട് കാലത്തെ ഒരു ആഡംബരത്തിൻ്റെയൊക്കെ ഒരു അടയാളമായിരുന്നു ലൈക്ക് കുറേയധികം നേരം ചൂട് നിൽക്കുന്ന ഫയർ പ്ലേസസ്, മാസീവായിട്ടുള്ള ഗ്രേറ്റ് ഹോൾസ്, കിച്ചൺസ്, അതൊക്കെ പണ്ടത്തെ ആഡംബരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അതൊക്കെ ഈ ഒരു കാസിലിനകത്ത് ഉണ്ടായിരുന്നു. നമ്മൾ കുറേ നാളായി കോണീസ്പ്ര കാസിൽ വരണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ വഴിയൊക്കെ ഇങ്ങനെ ഡ്രൈവൊക്കെ പോകുമ്പോൾ വി സോ ദിസ് കാസിൽ ആൻഡ് ഇറ്റ് വാസ് അമേസിങ്. നമ്മളെപ്പോഴും ഇതിൻ്റെ പുറത്തുനിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ജസ്റ്റ് തോട്ട് ഓക്കെ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഇത് ഇന്നർ ബെയിലിൽ ഒരു സൈഡിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വന്ന സ്ഥലം, കോണീസ്പ്ര സിറ്റി, അവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയ, അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രേറ്റ് ഹാൾ എന്ന് പറയുന്നത് ആ ഒരു സ്ഥലം ഇരുന്ന ഒരു പ്ലേസ് ആണിത്. ഇവിടെ ആയിരുന്നു അവർ കുറേ പാർട്ടീസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരുന്ന ഒരു വലിയൊരു ഹാളായിരുന്നു അത്. ഈ ഒരു ടവറിന് ചുറ്റും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ. മേ ബി നൈറ്റിൽ
switch on the lights and focus on this tower. I didn't see that night time. സോ അതുകൊണ്ടാണ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ. പിന്നെ എല്ലാ മതിലിൻ്റെ അടുത്തും ഓരോ സീക്രട്ട് റൂംസ് പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ദാറ്റ്സ് ബിക്കോസ് ഐ ടോൾഡ് യു ബിഫോർ ഒരു ഗെയിം ഓഫ് ത്രോൺ വൈബൊക്കെ, ലൈക്ക് ദിസ് വിൻഡോസ് ഒക്കെ കാണുമ്പോൾ, ഈ ഒരു പ്ലേസ് ഒക്കെ കാണുമ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്തു. അപ്പം നമ്മളത് ക്യാസലിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഈ ഒരു ക്യാസിൽ ഞാൻ ഫേമസ് ആയത് സർ വോൾട്ടൺ സ്കോട്ടിൻ്റെ ഐവൻഹോ എന്ന് പറയുന്ന നോവലിലൂടെയാണ് ഞാൻ പറഞ്ഞു. അതിൽ ഹി യൂസ് ടു കോണിസ്ബ്ര ആസ് എ ഇൻസ്പിറേഷൻ. സോ ലിറ്ററലി വി ആർ വാക്കിംഗ് ഇൻസൈഡ് എ സ്റ്റോറി ബുക്ക്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. സോ ഇത്രയും സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് ക്യാസിലിൻ്റെ ഉള്ളിലോട്ട് പോകാൻ. ഏകദേശം 6 ഫ്ലോർ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് ഈ ക്യാസിൽ. അന്നത്തെ കാലത്ത് തന്നെ ഗ്ലാസ് ഡോറുകളും ഗ്ലാസ് വിൻഡോസുകളും ഉണ്ടായിരുന്ന ഒരു ക്യാസിൽ ഇത് മാത്രമായിരുന്നു. Maybe that's because people calling this luxurious castle. ഇതാണ് ക്യാസലിൻ്റെ ഫസ്റ്റ് ഫ്ലോർ. ഇതിൻ്റെ 6th ഫ്ലോർ അല്ലെങ്കിൽ ടോപ്പിൽ നിന്നാൽ ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് കിട്ടും. ഒരു ഡോൺകാസ്റ്ററിൻ്റെ ഒരു 360 ഡിഗ്രി വ്യൂ. അങ്ങനെയാണ് നമ്മളോട് കൗണ്ടറിൽ അയാൾ പറഞ്ഞത് നമുക്ക് നോക്കാം 360 ഡിഗ്രി വ്യൂ കിട്ടുമെന്ന്. ദിസ് വൺ ഈസ് എ വെൽ. ഒരു മെഡീവൽ ക്യാസിലുകളിൽ ഇത്തരം കിണറുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമായിരുന്നു. ലൈക്ക് പ്രത്യേകിച്ച് വാറൊക്കെ നടക്കുന്ന സമയത്ത്, പുറത്തു പോകാൻ കഴിയാത്ത സമയത്ത് കുടിവെള്ളത്തിനൊക്കെ ആയിട്ട് അവരിത് യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് ആളുകൾ ഇതിനകത്ത് കോയിൻസ് ഒക്കെ ഇട്ട് അവരുടെ വിഷ് നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് അത് പിന്നീട് ഇൻവെൻറ്റ് ചെയ്ത് വന്നതാണ്, ലൈക്ക് ആളുകൾ ചെയ്തു വന്നതാണ്. ബട്ട് അങ്ങനെ ഒരു ട്രഡീഷൻ അവിടെ ഇല്ലായിരുന്നു. ഇംഗ്ലീഷ് ഹെറിറ്റേജ് എന്ന് പറയുന്ന ട്രസ്റ്റാണ് ഈ ക്യാസിൽ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നത്. ഫസ്റ്റ് ഫ്ലോർ ഫുൾ ഓൺ വുഡൻ ഫ്ലോർ ആണ് കേട്ടോ. വുഡനിലാണ് ഫുൾ ഫ്ലോറും അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാവരും ഇതുപോലെ കോയിൻസ് ഇടുന്ന കണ്ടപ്പോൾ വി തോട്ട് ഓക്കെ നമുക്കും ഇടാം എന്ന് കരുതി നമ്മളും കോയിൻസ് ഇട്ടായിരുന്നു. അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്ലോറിലും ഓരോ പ്രസൻറ്റേഷൻ ഉണ്ട്. പ്രൊജക്ടർ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസൻറ്റേഷൻ ഉണ്ടാവും. This visit by Lord Hamlin and Lady Isabel keeps me busy from sun up until sun. It is ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ദിസ് വൺ. ബിക്കോസ് നമുക്ക് അറിയാൻ പറ്റും വാട്ട് ദേ ആർ ഡൂയിങ് ദർ, എന്തൊക്കെയായിരുന്നു അവിടെ, എങ്ങനെയൊക്കെയായിരുന്നു, ഹൗ ദേ ട്രീറ്റഡ്, അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും അവിടെ മെൻഷൻ ചെയ്യും. അപ്പോൾ അത് നൈസായിരുന്നു. അങ്ങനെ നമ്മളത് 2nd ഫ്ലോറിലേക്ക് പോവാണ്. അവിടെയും ഇതുപോലെ പ്രസൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലെറ്റ്സ് ഗോ ദർ ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദർ. ഇങ്ങനെ കുറേ ഫുൾ സ്റ്റെപ്സ് ആണ് കേട്ടോ. കുറേ കുഞ്ഞ് സ്മോൾ വിൻഡോസ് ഉണ്ടാവും. ഐ ടോൾഡ് യു ബിഫോർ ഇംഗ്ലീഷ് ഹെറിറ്റേജ് എന്ന് പറയുന്ന ട്രസ്റ്റാണിത് ഹാൻഡിൽ ചെയ്യണത്. അതുകൊണ്ട് തന്നെ അവർ സമ്മർ ടൈമിൽ കുറേ അധികം മെഡീവൽ ഈവൻറ്റ്സ് ഇവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ലൈക്ക് സ്വാഡ് ഫൈറ്റിങ്, ആർച്ചറി, അതുപോലെ കിഡ്സിന് ഡ്രസ്സപ്പ് ചെയ്തൊക്കെ വരാൻ പറ്റും. നൈറ്റ്സിൻ്റെ ഡ്രസ്സിലൊക്കെ വരാം. അങ്ങനത്തെ കുറേ അധികം കിഡ്സിനെ ഇൻട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള കുറേ അധികം ഈവൻറ്റ്സ് സമ്മർ ടൈമിൽ നടക്കാറുണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ദിസ് വൺ ഇസ് ദ 2nd ഫ്ലോർ. ഇവിടെയും അതുപോലത്തെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ഫയർ പ്ലേസ് ആണെന്ന് തോന്നുന്നു. ലൈക്ക് അതിൻ്റെ കുറച്ച് ഭാഗമൊന്നും കാണാനില്ല. ബട്ട് ഇത് നമുക്കിങ്ങനെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് എ ഫയർ പ്ലേസ്. ഈ ഒരു ബിൽഡിങ് കീപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതാന്ന് പറയുമ്പോൾ ഇതിൻ്റെ വാൾസൊക്കെ ഭയങ്കരമായിട്ട് 15 feet തിക്നെസ്സിൽ ഉണ്ടാക്കിയ വാൾസാണ്. ദാറ്റ്സ് വൈ ഇറ്റ് സർവൈവ്ഡ് 900 years. ഈ ഒരു എക്സ്ട്രീം വെതറിലും വാറിലും ഒക്കെ ഇത് സർവൈവ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു മേക്കിംഗ് തന്നെയാണെന്നാണ് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നത്. പ്രൈവറ്റ് റൂംസ് കുറേ ഇങ്ങനെ എല്ലാ ഫ്ലോറിലും ഓരോ പ്രൈവറ്റ് റൂംസ് ഉണ്ടായിരുന്നു. ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് ദം. ഈ
ഒരു ടേബിളിൽ അവർ കുറേ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു ഫാക്ട് ഫയൽ എന്ന് പറയുന്ന പോലെ ബിൽഡിങ്ങിന് 12,000 ടൺസ് ഓഫ് സ്റ്റോൺസ് യൂസ് ചെയ്തിരുന്നവർ ഈ ഒരു കീപ്പ് ബിൽഡ് ചെയ്യാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ടുകാലത്തെ ലക്ഷറിയസ് തിങ്സിൽ ഒന്നായിരുന്നു ഗ്ലാസ് ഡോറുള്ള വിൻഡോസ്. ഈ ഒരു ഗ്യാസിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കോണീസ്പ്ര സിറ്റി തന്നെ മുഴുവനായിട്ട് കാണാൻ പറ്റും. ആൻഡ് ഐ തിങ്ക് പണ്ട് കാലത്ത് ക്വീൻസും കിങ്സും ഒക്കെ ഇവിടെ നിന്ന് ആളുകൾ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ വാച്ച് ചെയ്തിരുന്നിരിക്കണം. ലൈക്ക് അത്രയും വൈഡായിട്ടൊരു ആംഗിൾ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ആൻഡ് ദിസ് വൺ ഈസ് ഓൾസോ ഒരു പ്രൈവറ്റ് റൂം. എല്ലാ ഫ്ലോറിലും ഓരോ പ്രൈവറ്റ് റൂമും പ്രൈവറ്റ് ചേംബേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ദിസ് വൺ ഒരു പ്രൈവറ്റ് ചേംബറാണ്. അങ്ങനെ അതെ നമ്മൾ ടോപ്പ് ഫ്ലോറിലേക്ക് പോവാണ്. ടോപ്പ് ഫ്ലോറിലേക്ക് പോകാനുള്ള ഒരു ഡോറിൻ്റെ സൈഡിലായിട്ട് റൂമുണ്ട്. ആൻഡ് ദേ ഹാവ് ദിസ് തിങ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അടിയിലേക്ക് കാണാൻ പറ്റും. അല്ല അതിൽ കൂടെ വരുന്ന കാറ്റിൻ്റെ ശക്തി ഉണ്ടല്ലോ, ദാറ്റ്സ് ഭയങ്കര ശക്തമായിട്ട് കാറ്റിങ്ങനെ ഉള്ളിലേക്ക് അടിക്കും. അങ്ങനെ അതെ നമ്മൾ ടോപ്പിലേക്ക് പോവാണ്. നേരത്തെ അയാൾ പറഞ്ഞ പോലെ 360 വ്യൂ നമുക്ക് കിട്ടുമോ നോക്കാം. ഇവിടെ അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് വിസിറ്റേഴ്സ് മസ്റ്റ് കീപ്പ് ഇൻസൈഡ് ദ ഗാർഡ് റെയിൽ. ബിക്കോസ് കാറ്റിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത്രയും ശക്തി. ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ നമ്മൾ കടന്നാൽ താഴേക്ക് വീണാൽ പൊടി പോലും കിട്ടില്ല. ആൻഡ് ദിസ് ദ വ്യൂ ഓഫ് സൗത്ത് ഈസ്റ്റ് വ്യൂ. സൗത്ത് ഈസ്റ്റ് വ്യൂ എന്ന് നോക്കുമ്പോൾ നമുക്ക് സിറ്റിയുടെ നിയർ ബൈ പ്ലേസസ് എല്ലാം കാണാൻ പറ്റും. ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ റോഡും അതുപോലെ തന്നെ ഫാമിംഗ് ഏരിയാസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് ഇന്നർ ബേലിയിലേക്കുള്ളൊരു വ്യൂ കിട്ടും. അതായത് താഴെ നമ്മൾ കാണിച്ചിരുന്ന ആ ഇന്നർ ബേലി ഉണ്ടല്ലോ, അവിടേക്കുള്ള വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ സൈഡിൽ നിന്നാണ് കിട്ടുന്നത്. നമ്മൾ വന്ന എൻട്രൻസ്, ടിക്കറ്റ് കൗണ്ടറൊക്കെ നമുക്ക് ഈ ഒരു പ്ലേസിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും.
ഇതാണ് കാസലിൻ്റെ ഒരു നോർത്ത് വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് റിവർ ഡോണിൻ്റെ ഒരു വാലി ഏരിയ, അതുപോലെ തന്നെ റെയിൽവേ ബ്രിഡ്ജ്. ദിസ് വൺ ഇസ് ദ ബ്രിഡ്ജ്. ശരിക്കും കണ്ട ഒരു ഹാരി പോട്ടർ സീരീസിലൊക്കെ കാണുന്ന ഒരു ബ്രിഡ്ജിൻ്റെ ഏകദേശം മോഡൽ. 1850 ഈ ഒരു റെയിൽവേ ഇവിടെ വന്നത്. ഹൾ ആൻഡ് ബാൺസ്ലി എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള റെയിൽവേ, അതുപോലെ തന്നെ ഗ്രേറ്റ് നോർത്തേൺ ആൻഡ് ഈസ്റ്റേൺ റെയിൽവേസ് ഒക്കെ വന്നത് 1850. 1951 ഇങ്ങനെ ഒരു വാട്ടർ ടവർ വന്നത്. കാറ്റൊരു രക്ഷയില്ല. കാറ്റിന്റെ ശക്തി അറിയണേ. Look at me. And we just waited for because എന്തെങ്കിലും ഒരു ട്രെയിൻ വഴി പോയാലോ. ആൻഡ് വി ഗോട്ട് ദ വൺ. ആക്ച്വലി ബേബി പറഞ്ഞായിരുന്നു, പക്ഷെ ഞങ്ങൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. പക്ഷേ അപ്പോഴേക്കും ട്രെയിൻ അവിടം വരെ എത്തിയായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. താഴേക്ക് ഇറങ്ങുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം എന്ന് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഭയങ്കര അൺഈവൻ സ്റ്റെപ്സ് ആണ്. അപ്പോൾ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ നമ്മൾ പ്രസൻറ്റേഷൻ കണ്ടില്ലായിരുന്നു. അത് തുടങ്ങാൻ അവിടെ ടൈം ഉള്ളതുകൊണ്ട് നമ്മൾ ടോപ്പിലേക്ക് പോയിരുന്നു. അപ്പോൾ അത് തുടങ്ങി. Lord of Conisbrough Castle, half-brother to King Henry II. Court King, this job would be better carried out by my wife, but I must deal with these duties before my lord the King Henry of Leith. And then we shall see. ഇതാണ് പ്രൊജക്ടർ. ഈ പ്രൊജക്ടർ എന്നാണ് നമുക്കിവിടെ ഷോസ് കാണിക്കുന്നത്. അങ്ങനെ അതേ ഗ്യാസിലൊക്കെ കണ്ട് നമ്മളതേ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ആൻഡ് നമ്മളിവിടെ ഒരാളോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ കോട്ടയുടെ ഒരു രഹസ്യ കാര്യം എന്ന് പറയുന്നത് ഈ കോട്ട ഒരു പ്രണയകഥയായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഹെൻറി 2 രാജാവ് തൻ്റെ ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഹാഫ് ബ്രദർ ഉണ്ടായിരുന്നു ആൾക്ക്. അദ്ദേഹമായിരുന്നു ഹാംലിൻ. അയാൾക്ക് ഈ രാജാവ് ഒരു ഭയങ്കര റിച്ചസ്റ്റ് ആൻഡ് വലിയൊരു പദവിയുള്ള വാറൻ കുടുംബത്തിലെ ഒരു സ്ത്രീനെ വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പോൾ ഈ ഒരു കോട്ട സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഹാംലിൻ ഈ കോട്ടയുടെ അധിപതിയായത്. അങ്ങനെ കോണീസ്ബ്ര കാസലിനോട് വിട്ട് പറഞ്ഞ് നമ്മളിങ്ങനെ നടക്കുക. ആ കാസലിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു ചെറിയൊരു പാർക്ക് പോലെ ഉള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. ആൻഡ് വെതർ എന്ന് പറയുന്നത് നല്ല അടിപൊളി വെതറായിരുന്നു ആ ദിവസം. അതുപോലെ തന്നെ നല്ല ഭംഗിയായിരുന്നു സൺലൈറ്റിൽ അവിടെയൊക്കെ കാണാനായിട്ട്. ആൻഡ് ദ ട്രീ വാസ് സോ നൈസ്. കാസലിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു കോറിനേഷൻ പാർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് അത് കാണാമെന്ന് വിചാരിച്ചു. ചെറിയൊരു എന്താ പറയുക, പാർക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, ബട്ട് ദേ മെൻഷൻ കോറിനേഷൻ പാർക്ക് എന്ന്. ബട്ട് കുറച്ച് സീറ്റ്സൊക്കെ ഉള്ള, കുറച്ച് നേരം അവിടെ ഇരുന്ന് കാസലൊക്കെ കാണാം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഏരിയ. ഇതെല്ലാം ഒറിജിനൽ ഫ്ലവേഴ്സാണ് കേട്ടോ. സ്പ്രിങ് ആകുമ്പോൾ മാത്രം വരുന്നൊരു ബ്യൂട്ടിഫുൾ തിങ് ആണ്. അപ്പം നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട്. ആൻഡ് ദിസ് വൺ ഇസ് ദ വാർ മെമ്മോറിയൽ. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വാർ മെമ്മോറിയൽസ് കാണാം. ആൻഡ് സ്പ്രിങ് ആയതുകൊണ്ട് നല്ല ഗ്രീനാണ്, നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആയിരുന്നു. ഈ ഫ്ലവേഴ്സ് ഒരു രക്ഷയില്ല, സോ ബ്യൂട്ടിഫുൾ. ആൻഡ് കുറേ കളേഴ്സിലുണ്ടായിരുന്നു. പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ തോന്നുന്നു ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആണെന്ന്, ബട്ട് ഇറ്റ്സ് ഒറിജിനൽ ഫ്ലവറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. കോണീസ്ബ്ര കാസലിലെ കുറേ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.